നിസ്കാരത്തിന് വല്ല ബുദ്ധിമുട്ടും വന്നാൽ ശംസുലുലമനെ ഓർത്താൽ മതി. ഇല്ലാത്ത നിസ്കാരം കൊണ്ടെന്ന് ഉള്ള നിസ്കാരം ബാത്തിലാക്കുക. നിസ്കാരത്തിൽ ശൈത്താനിയായ പലതും വരും, പല ചിന്തയും വരും. ആ ചിന്തകളൊക്കെ വരുമ്പോ ശംസുലുലമയെ ഓർക്കുക. അതൊക്കെ പോകുന്ന കേട്ടോളുകൾ ഈ നാട്ടിൽ പ്രസംഗിച്ചതാണല്ലോ. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഏറ്റവും വലിയ മഹാനായ നേതാവ്, ഞങ്ങളെയൊക്കെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുൽ ഉലമ. ഞാനൊക്കെ നിസ്കാരത്തിൽ ചില ഖവാത്തിറൊക്കെ വരുമല്ലോ, പല ചിന്തകൾ. ആ ചിന്തകൾ വരുമ്പോൾ അപ്പോൾ ഓർക്കൽ ശംസുൽ ഉലമയാണ്. ശംസുൽ ഉലമാനെ മനസ്സുകൊണ്ട് ഓർത്താൽ ആ ഖവാത്തിറുകളൊക്കെ അവിടെ ഇല്ലാതെയാകും. നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിക്കൊള്ളുക. എല്ലാ ദിവസവും മൂപ്പർക്കൊരു ഫാത്തിഹ ഓതിയിട്ട് നിസ്കരിക്കുന്ന സമയത്ത് പല ചിന്തകൾ ഇബ്ലീസ് കൊണ്ടുവന്നിടുകയാണെങ്കിൽ ആ സമയത്ത് ശംസുൽ ഉലമാനെ ഓർത്തു കഴിഞ്ഞാൽ ആ ഖവാത്തിറൊന്നും ഉണ്ടാവുകയില്ല. ഞാനൊക്കെ അത് അങ്ങനെയാണ് ചെയ്യൽ. ബഹുമാനപ്പെട്ടവരെ ഓർക്കുമ്പോൾ നമുക്ക് ചെറിയ ഒരു മാനസികമായ അനുഭൂതി നിസ്കാരത്തിൽ കിട്ടും. അങ്ങനെയുള്ള മഹാനായ ശംസുൽ ഉലമ, നിസ്കാരത്തിന് പോലും അള്ളാനെ ഓർക്കാനാ നിസ്കാരമുള്ളത്. ആ സ്ഥാനത്ത് പോലും ശൈഖുനാനെ ഓർക്കാനാ ഇപ്പൊ പഠിപ്പിക്കുന്നത്. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞല്ലോ, നീ നിസ്കാരം നിർവഹിക്കണേ, ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി. അള്ളാനെ ഓർക്കാനാ നിസ്കാരം തന്നെ നിശ്ചയിച്ചത്. ആ നിസ്കാരത്തിന് പോലും അള്ളാഹു അല്ലാത്ത ഓർക്കാനാണ് ഉസ്താദുമാര് പറഞ്ഞു കൊടുക്കുന്നത്. അദ്ദേഹം അങ്ങനെയാണത്രേ. ഇനി ബാക്കിയുള്ളവരെ കൂടെ അങ്ങനെ ആക്കാനാ ശ്രമിക്കുന്നത്. സഹോദരങ്ങളെ, ഇതൊന്നുമല്ല അഹ്ലുസുന്ന വൽ ജമാഅ. അതുകൊണ്ട് അല്ലാഹു റസൂലും പഠിപ്പിച്ചതെന്തോ, സ്വഹാബിമാർ ജീവിതത്തിൽ പാലിച്ചതെന്തോ അതാണ് ദീന്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഫമാലം യകുൻ യൗമഇദിൻ ദീന ഫലാ യകുനുൽ യൗമ ദീന. അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനാവുക ഇല്ല. നബി തങ്ങൾ പഠിപ്പിക്കാത്തത്, വിശുദ്ധ ഖുർആൻ അംഗീകരിക്കാത്തത്, സ്വഹാബത്തിന് പരിചയമില്ലാത്തത് ഖിയാമത്ത് വരെ ആര് കൊണ്ടുവന്നാലും ശരി അത് ദീനാവുക ഇല്ല. അതുകൊണ്ട് പിൽക്കാലത്ത് വന്നവ വേണ്ടെന്ന് തീരുമാനിക്കും.